Okay. Next question. What is the main argument presented in John Suckling's Why So Pale and Van Phone Lover regarding love sickness? ഇതും എന്താണ്? ഹായ് നൈഫ, ഹായ്. ഓക്കെ, ഒക്കെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ എല്ലാവരും. എന്തത്ര വൈകിയത്? അപ്പൊ ഈ ഒരു വർക്ക് നോക്കണം. ഇവിടെ ഇതും ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ചോദിക്കാൻ ചാൻസസ് കൂടുതലാണ്. ഇതെന്താണ്? ഇത് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടെ നമുക്ക് ഒരു തേപ്പ് കിട്ടിയിരിക്കുന്ന ഒരു ലവറിനെയാണ് അല്ലെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? തേപ്പ് കിട്ടിയിരിക്കുന്ന ലവറാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓദർ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത് ചെയ്യാം, നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല, പോകുന്നവരൊക്കെ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഷോർട്ട് ആൻസർ ടൈപ്പ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ലോങ് എസ്സേക്കും ചോദിക്കാൻ ചാൻസ്. നമുക്കിപ്പോൾ സ്ലൈഡിൽ എല്ലാം കൂടെ ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല. 10, 20, 25 മാർക്കിന് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ എന്ത് ചെയ്യണം? ഷോർട്ട് ആൻഡ് ചെയ്തിട്ട് ആ ഒരു ഐഡിയ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തരാം. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യണം? എലാബറേറ്റ് ചെയ്യണം. 2 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ 5 മാർക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സംഭവം തന്നെയാണ്. പക്ഷെ വലിയ മാർക്കിന് എന്ത് ചെയ്യണം? നിങ്ങൾ അത് കൂട്ടി എഴുതണം കേട്ടോ. ഓക്കെ ആണോ നഫീസ? ക്ലിയർ ആയിട്ടില്ലേ? അപ്പോ ഈ ഒരു വർക്കിനകത്ത് തീമാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് വർക്കിനകത്ത്? യെസ്, വൈ സോ പെയിൽ ആൻഡ് വാൻ ഫോൺ ലവ് എന്ന് പറയുന്ന ഒരു വർക്കിനകത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? തീമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണത്, എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പോർട്രേ ചെയ്യുന്നത്, എന്തൊക്കെ ആർഗ്യുമെന്റ് ആണ് അതിൽ പ്രസന്റ് ചെയ്യുന്നത് എന്നുള്ളതാ. അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. എന്താണ് ഇവിടെ ഞാൻ പറഞ്ഞു? തേപ്പ് കിട്ടിയിരിക്കുന്ന ഒരു ലവറിനെ കാണുന്നുണ്ട്, അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പോയിറ്റിനെയും ഒരു ഓതറിനെയും കാണുന്നുണ്ട് അല്ലെ? യെസ് പോയിറ്റിനെ കാണുന്നത്. അപ്പൊ ഈ ഒരു പോയിട്രിക്കകത്ത് കവി എന്ത് ചെയ്യുന്നുണ്ട്? യെസ്, ആ ഒരു സുഹൃത്തിനെ മോട്ടിവേറ്റ് ചെയ്യാണ്. നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിന്റെ ഈ ഒരു സ്പൈനിങ് പോയിന്റ്ലെസ് പറയുന്നത്, ഇറ്റ്സ് ലീഡ്സ് ടു യുവർ സെൽഫ് ഡിസ്ട്രക്ഷൻ എന്നുള്ളതാ. അപ്പൊ നിന്റെ ഈ ഒരു ഈ ഒരു നഷ്ടപ്പെട്ടതിനെ ഓർത്തുള്ള നിന്റെ ആ ഒരു ദുഃഖിച്ചിരിക്കൽ നിന്നെ നശിപ്പിക്കും എന്നുള്ളതാ പറയുന്നത്. അപ്പൊ മാക്സിമം ആ ഒരു ഇവൻ കരഞ്ഞുകൊണ്ട് ഇവന്റെ മുഖമൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? യെസ്, പെയിൽ ആയിട്ടുണ്ട്. ഇവൻ അസുഖം ബാധിച്ച പോലെ ആയിട്ടുണ്ടെന്നുള്ളതാ. അപ്പൊ ഇതൊക്കെ മാറ്റി വെക്കണം. നീ ഇങ്ങനെ ഈ ഒരു ടെൻഷൻ ആയി ഇരിക്കുന്നത് നിന്റെ നാശത്തിലേക്കാണ് നയിക്കുക എന്നുള്ളതാണ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? നമ്മുടെ ഓദർ പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പോയിറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പൊ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, തിരിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഓർത്ത് എന്ത് ചെയ്യാം? ഡിപ്രഷൻ അടിക്കാതിരിക്കുക അല്ലെ? ഇതിൽ വലിയൊരു മെസ്സേജ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് എന്നുള്ളതാ. അപ്പോ ഇതെന്താണ് വേണ്ടാത്ത? റിജക്ഷൻ എന്ന് പറയുമ്പോൾ, നോ എന്ന് പറയുമ്പോൾ നോ ആണ്, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നമ്മള് പിടിച്ചു വാങ്ങാൻ പറ്റുമെന്നല്ലല്ലോ സ്നേഹം. അപ്പൊ എന്ത് പറയുന്നുണ്ട്? യെസ്, നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. നീ ഈ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത് നിന്നെ നാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാ. ഓക്കെ, അല്ലാണ്ട് വേറെ ഒരു പ്രയോജനമില്ല. അപ്പൊ റിജക്ഷൻ എന്ത് ചെയ്യണം? നീ അക്സെപ്റ്റ് ചെയ്യണം. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നോ ആണ്, അതിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പ്രസന്റ് ചെയ്യുന്നവർ രണ്ടുപേരും തമ്മില്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? റിജക്ഷൻ എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തേ തീരൂ എന്നുള്ളതാ. ഓക്കെ, then the next question. How is Colley Cibber's Love's Last Shift considered a transitional work in the history of English drama? എന്താണ് ചോദ്യം? നമ്മളുടെ കോളി സിബ്ബറിന്റെ ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വർക്ക് പഴയ റെസ്റ്റോറേഷൻ നാടകങ്ങളിൽ നിന്നും എങ്ങനെയാണ് വ്യത്യസ്തപ്പെടുന്നത്? ഇതൊരു ഡ്രാമയാണ് കേട്ടോ. ലവ് ലാസ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഡ്രാമയാണ്. ആ ഒരു ഡ്രാമ എങ്ങനെയാണ് റെസ്റ്റോറേഷൻ നാടകങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ റെസ്റ്റോറേഷൻ ഡ്രാമകളിൽ നിന്നുള്ള മാറ്റം എങ്ങനെയാണ് അത് കാണിക്കുന്നത് എന്നുള്ളതാ. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? യെസ്, ഈ ഒരു വർക്ക് എന്ന് പറയുന്നത് ഏർലി സെന്റിമെന്റൽ comedy, like is a key early sentimental comedy marking a turn from restoration licentiousness to moral themes. Okay, അപ്പൊ എന്താ പറയുന്നത് ഇവിടെ? ഈ ഒരു നാടകം എന്ന് പറയുന്നത് ധാർമ്മികപരമായിട്ടുള്ള, അല്ലെങ്കിൽ നല്ലതും അതേപോലെ തന്നെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൊമോട്ട് ചെയ്തു വരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? റെസ്റ്റോറേഷൻ ആ ഒരു ഡ്രാമയിൽ നിന്ന് തികച്ചും വ്യത്യസ്തപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായി വരുന്ന, അല്ലെങ്കിൽ പഴയ മോശം സ്വഭാവമുള്ള നാടകങ്ങളിൽ നിന്ന് നല്ലത്, അല്ലെങ്കിൽ കൈൻഡ് ഓഫ് ഗ്രേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാന്യതയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളോട് കൂടി വന്നിട്ടുണ്ടായിരുന്ന ഒരു നാടകമായിരുന്നു ഇതെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോ ഇവിടെ
എങ്ങനെ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണെന്നുള്ളതാണ് നിങ്ങൾ ഏറ്റവും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യം. പിന്നെ എന്ത് ചെയ്യണം, ക്യാരക്ടേഴ്സിനൊക്കെ വെച്ച് പൊലിപ്പിച്ച് പറയാനുള്ള ഒന്നുകൂടെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാ. ക്ലിയർ ആയിട്ടുണ്ടോ? ഇതിൽ പ്രധാനമായിട്ടുള്ള കഥാപാത്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ലവ്ലെസ് ആയിക്കോട്ടെ അല്ലെ, ആ ഒരു പല കുഴപ്പത്തിൽ നിന്ന് മാറിയിട്ട് ഒരു എന്താ പറയുക നല്ല രീതിയിലേക്ക് തന്നെ എത്തുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ കണ്ടു അമാൻഡയെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എന്താണ്, ആ ഒരു വിശ്വാസം അമർത്തിപ്പിടിച്ച് നിലകൊള്ളുന്ന ഒരു ക്യാരക്ടറായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ അതിലൂടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഊന്നി പറയുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. പഴയ രീതിയിലുള്ള മോശം കാര്യങ്ങളൊക്കെ പാടത്തുടച്ച് നീക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു, അത്തരത്തിലുള്ള സ്വഭാവമുള്ള പഴയ രീതിയിൽ മോശം സ്വഭാവമുള്ള നാടകങ്ങളിൽ നിന്ന് നല്ലതും അതേപോലെ തന്നെ മാന്യമായിട്ടുള്ള നാടകങ്ങളിലേക്കുള്ള ഒരു മാറ്റമായിരുന്നു എന്ത്, അതിനൊരു എക്സാമ്പിൾ ആണെന്ത് ഈ ഒരു ഡ്രാമ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? blends witty dialogues and romantic intrigue with a focus on virtue and repentance, especially through Loveless and Amanda. Okay, അപ്പൊ ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ എന്താ പറയുക, ക്യാരക്ടേഴ്സിനെ കൂടി വെച്ചുകൊണ്ട് നിങ്ങൾ എഴുതാൻ ആൻസർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ? ആ ഒരു മാറ്റമാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ പഴയത് എങ്ങനെയാന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാ. ഓക്കെ, ക്ലിയർ ആണോ? കൺഫ്യൂഷൻ ആയോ എവിടെയെങ്കിലും? അതിന്റെ പെക്യുലാരിറ്റീസ് ആണ് അവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. എന്താ വിറ്റി ഡയലോഗ്സ്, റൊമാൻറ്റിക് ഇൻട്രീഗ്സ്, അതുപോലെ തന്നെ എന്താ വെർച്യു, റിപ്പൻഡൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കാണിക്കുന്നുണ്ട് എന്നുള്ളതാ. വേഗം പറഞ്ഞേ ഓക്കെ ആണോ എന്നുള്ളത്. ഓക്കെ ആണ്. ഇർഷാദിന് ഓക്കെ ആയിട്ടുണ്ട്. വേറെ എല്ലാവർക്കും ഓക്കെ ആയിട്ടുണ്ടോ? കൺഫ്യൂഷൻ ഇല്ലാലോ? ചോദിക്കൂ കേട്ടോ, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്നുകൂടെ ഊന്നൽ കൊടുത്ത് പറയുന്നത്. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. Then next question, what is the primary purpose of Jonathan Swift's The Vindication of Isaac Bickerstaff? ഇത് നോക്കി വെക്കണം, ചോദിക്കാറുണ്ട്, എല്ലാം ചോദിക്കാറുണ്ട് അല്ലെ. ഏതപ്പോ ചോദിക്കാത്തത്? എല്ലാം പഠിക്കണം. MA കാരാണ്, എല്ലാം നമ്മൾ കവർ ചെയ്യണം, എല്ലാം കവർ ചെയ്തിട്ടേ പോവാവൂ. പിന്നെ ഞാൻ പറയുമ്പോ ഏതിൽ ഒന്നോ രണ്ടോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, കുഴപ്പമില്ല. ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നുണ്ട്. എങ്ങനെയാണ് ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ, അതായത് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? യെസ്, പറയാം. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞു, പണ്ടത്തെ ആ ഒരു നാടകം എന്ന് പറയുന്നത് എന്താണ്, മോശമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഈ ഒരു ഹിസ്റ്ററിയിൽ ഇവരുടെ നമ്മളുടെ ഈ ഒരു ഓഥറിന്റെ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ സിബ്ബറിന്റെ ഈ ഒരു വർക്ക് വന്ന സമയത്ത് അത് തികച്ചും എന്താണ്, നല്ല കാര്യങ്ങൾ, ഓക്കെ, അല്ലെങ്കിൽ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താ മൊറാലിറ്റി, ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് വന്നു എന്ന് പറയുമ്പോൾ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അശ്ലീലകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, മാറ്റിമറിച്ചിട്ട് നല്ല കാര്യങ്ങള് ആളുകളിലേക്ക് നല്ലൊരു തീമും കാര്യങ്ങളും അല്ലെങ്കിൽ നല്ലൊരു ധാർമ്മികമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തു, പ്രൊമോട്ട് ചെയ്യും. അങ്ങനെ അതിന്റെ ഒരു മാറ്റം എന്ന് പറയുന്നത് പഴയതിൽ നിന്നും തികച്ചും പുതിയൊരു മാറ്റം, നല്ല കാര്യങ്ങളിലേക്കുള്ള ഒരു മാറ്റം, അങ്ങനെയാണ് ഒരു ട്രാൻസിഷണൽ വർക്ക് ആയിട്ട് ഇത് കൺസിഡർ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടോ? ഇപ്പോ നഫീസ ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നല്ല നാടകങ്ങളായി എന്നുള്ളതാ. പഴയതിൽ നിന്നും കുറച്ചുകൂടി നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്ന നാടകങ്ങളായിട്ട് ഇത് കൺസിഡർ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ഇംഗ്ലീഷ് ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ഡ്രാമയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടല്ലോ? ഓക്കെ. Then next question നമ്മൾ പറഞ്ഞു എന്താണ്, what is the primary purpose of Jonathan Swift's The Vindication of Isaac Bickerstaff? അപ്പൊ ഈ ഒരു വർക്കിനകത്ത് ഈ ഒരു വർക്കിനകത്ത് ചോദിച്ചു വരാൻ ചാൻസസ് കൂടുതലാണ് കേട്ടോ. സ്വിഫ്റ്റിന്റെ ഈ ഒരു വർക്കിലെ പ്രൈമറി പേർപ്പസ് എന്താന്നുള്ളതാ, അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത്, ഈ ഒരു കൃതി അദ്ദേഹം എഴുതാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ എന്തൊക്കെ പറയാൻ പറ്റും? ഇവിടെ നമ്മൾ കണ്ടൂലേ, കളിയാക്കിക്കൊണ്ടാണ് എഴുതുന്നത് അല്ലെങ്കിൽ മോക്ക് ചെയ്തുകൊണ്ടാണ് എഴുതുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലെ. ആസ്ട്രോളജർ അല്ലെ ജോൺ പാട്രിഡ്ജിനെതിരെ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ജ്യോതിശാസ്ത്രജ്ഞനായിട്ടുള്ള ജോൺ പാട്രിഡ്ജിന് എന്ത് ചെയ്യാണ് ഇവിടെ, സ്വിഫ്റ്റ് അയാളെ പരിഹസിച്ചുകൊണ്ട് എഴുതുന്ന ഒരു വർക്കായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, പിന്നീട് അദ്ദേഹം മരിച്ചു എന്ന് കളിയാക്കി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലൂടെ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല്, ഈ പറയുന്ന ആസ്ട്രോളജേഴ്സിനൊക്കെ ഇന്ന് കളിയാക്കുന്നു മൊത്തത്തിൽ. അതായത് കൈൻഡ് ഓഫ് വിശ്വാസങ്ങൾ, അതായത് ഇപ്പോ ദൈവം ഞാൻ ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകളൊക്കെ വരാറുണ്ടല്ലോ അല്ലെ, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തിന്റെ വരദാനം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ കുറെ ആളുകൾ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇല്ലാണ്ടാക്കാൻ, വിശ്വാസങ്ങൾ എന്ന് പറയുമ്പോൾ അത് പ്രോപ്പർ ആയിട്ടുള്ള വിശ്വാസങ്ങൾ മാത്രം ആയിക്കോളുന്നില്ല, അന്ധവിശ്വാസങ്ങളാവാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ
അന്യായമായിട്ടുള്ള പ്രവചനങ്ങൾക്കെതിരെയായിട്ട് കഠിനമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എതിർക്കുന്ന ഒരു സിഫിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഇതിന്റെ ഒരു പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത്. സൊസൈറ്റിക്കകത്ത് ഇതിന് അഡിക്റ്റ് ആയിട്ട് എന്താ പറയുക, അന്ധവിശ്വാസങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വേണ്ടാത്ത രീതിയിലുള്ള പ്രവചനങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആളുകളെ എന്തിനു വേണ്ടിയിട്ട് അത്തരത്തിലുള്ള ആളുകളെ എഗെയിൻസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിഹസിച്ചു കൊണ്ട് എഴുതുന്നു. അതിനാണ് ഇവിടെ ജോൺ പാട്രിഡ്ജിനെ എതിരെ അങ്ങനെ എഴുതിയിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരു ഒരു മോട്ടിവേഷൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു എന്താ പറയാ മനസ്സിലാക്കിപ്പിക്കാൻ അദ്ദേഹം എന്ത് ചെയ്യുന്നു, ചെയ്യുന്നു. അതായത് ഇതിന്റെ പ്രൈമറി പേർപ്പസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ അല്ലെ? സിമ്പിൾ ആണ്, ഇതൊക്കെ സിമ്പിൾ ആണ്, അധികം ഒന്നും പറയാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What is the subject of Dr. Samuel Johnson's essay on procrastination? Procrastination എന്ന് പറയുന്നത് ഇപ്പൊ പറഞ്ഞിട്ടുള്ള മുന്നേയും ഇപ്പോഴായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പ്രോസിൽ നിന്നാണ്. ഡോൺ പ്രൊക്കാസ്റ്റിനേഷൻ പ്രോസിൽ നിന്നാണ് ചോദിച്ചത്. പ്രോസ് ആണ് അത്. അപ്പൊ ആദ്യം ഏത് ജോണറാ എന്നുള്ളത് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വരും. പോയട്രി ആണെങ്കിൽ അത് പോയട്രി മാത്രം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുമ്പോൾ ഓൺ പ്രൊക്കാസ്റ്റിനേഷൻ ഇസ് എ പോയട്രി അല്ലെങ്കിൽ പോം എന്നൊന്നും എഴുതി വെക്കരുത്. എന്താണത്? പ്രോസ് ആണ്, പ്രോസ് ഓർ ഫിക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഒരു ജോണർ ഏതാന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കാം. ദെൻ എന്താണ് ചോദ്യം? ഈ ഒരു പ്രൊക്കാസ്റ്റിനേഷൻ അല്ലെ, ആ ഒരു ലേഖനം അല്ലെങ്കിൽ ആ ഒരു പ്രോസ് എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? എന്താ അപ്പൊ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ എന്റെ ലൈവില് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രൊക്കാസ്റ്റിനേഷൻ. അപ്പൊ പലരും ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൈൻഡ് ഓഫ് വൈകിപ്പിക്കലാണെന്ന് അല്ലെ, ടൈം വൈകിപ്പിക്കലാണെന്നുള്ളതാ. അതായത് ഇന്നേക്ക് വേണ്ട, നാളെ മതി, മറ്റന്നാൾ നാളെ നീളെന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് 3-ാം തീയതിയാണ് എക്സാം, ഇന്നും സമയമുണ്ടല്ലോ. ഇന്നിപ്പോ 30-ാം തീയതി ആയിട്ടുള്ളൂ അല്ലെ, 1-ാം തീയതി 2-ാം തീയതി, അത് കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വൈകിപ്പിക്കാറുണ്ട് എക്സാമിന്റെ ടൈമിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തിനാണ് അങ്ങനെ വൈകിപ്പിക്കുന്നത്? അങ്ങനെ വൈകിപ്പിക്കല് കൈൻഡ് ഓഫ് അദ്ദേഹം പറയുന്ന ഓദർ പറയുന്നത് ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ഒരു വൈകിപ്പിക്കല് നല്ലതിലേക്കല്ല നമ്മളെ നയിക്കുക എന്നുള്ളതാ. ഓക്കെ, അല്ലെങ്കിൽ എപ്പോഴും ഒരു മടുപ്പ് അല്ലെങ്കിൽ ഒരു മടി നമ്മളിൽ എന്ത് ചെയ്യും, എപ്പോഴും ഉണ്ടാക്കിപ്പിക്കും എന്നുള്ളതാ. അപ്പൊ അത്തരത്തിലുള്ള സ്വഭാവത്തെ കുറിച്ചാണ് ഓൺ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു റൈറ്റിംഗിലൂടെ, ഈ ഒരു വർക്കിലൂടെ, എസ്സേയിലൂടെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളതാ. ഓക്കെ, അപ്പൊ ഒരു യൂണിവേഴ്സൽ ഹ്യൂമൻ ടെൻഡൻസിയെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവരെന്താണ് പല ടാസ്കുകളും അവരെ ഡിലേ ആക്കുന്നു എന്നുള്ളതാ. ഓക്കെ, അതാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്നോട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു വൈകിപ്പിക്കൽ. ഇപ്പൊ നിങ്ങളെ കാര്യം തന്നെ ആലോചിച്ചാൽ മതി, കുഴപ്പമില്ല, ഇന്നിപ്പോ ഉച്ചയായി, കുഴപ്പമില്ല, രാത്രി പഠിക്കാം അല്ലെ, ഉച്ചവരെ നമുക്ക് രാത്രി എന്തെങ്കിലും ചെയ്തിട്ട് രാത്രി ഇന്ന് ഇത്ര യൂണിറ്റ് തീർക്കാം. അപ്പൊ എന്താ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ എന്താ ചെയ്താല് ചെയ്യില്ല. അപ്പൊ അതൊക്കെ എന്താണ്, ടൈം വൈകിപ്പിക്കലാണ്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ടൈം വൈകിപ്പിക്കല് കൈൻഡ് ഓഫ് ഭയം, അതേപോലത്തെ അലസത, മടി, ഇതൊക്കെ ആളുകളിൽ ഉണ്ടാക്കുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കില്ല, അപ്പൊ രാത്രി ചിലപ്പോൾ നമുക്കത് പഠിക്കാൻ പറ്റുന്ന യാതൊരു ഉറപ്പില്ല, പക്ഷെ നമ്മൾ രാത്രിയിലേക്ക് വെക്കും. പക്ഷെ അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, പിന്നീട് എക്സാം എത്തുമ്പോഴേക്ക് അയ്യോ ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളൊരു ഭയം നിങ്ങളിൽ ഉണ്ടാവും. ഓക്കെ, മാത്രമല്ല പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു പോയി, അതും എന്താണ്, നിങ്ങളുടെ മടി കാരണം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു കോൺസിക്വൻസസ് ആണത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അതൊരു ഭയം അല്ലെങ്കിൽ മടി, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അതിലേക്കൊക്കെയാണ് കൊണ്ടുപോയി എത്തിക്കുന്നത്. അത് മനുഷ്യരുടെ ആ ഒരു എന്താ പറയാ ടൈം എന്താണ് പാഴാക്കുന്ന ഒരു അവസ്ഥ കൂടിയാണെന്നുള്ള. അപ്പൊ ഉള്ള ടൈം എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഉള്ള ടൈം എടുത്ത് എന്ത് ചെയ്യുക, പഠിക്കുക, അല്ലെങ്കിൽ ഉള്ള ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ് ടു ഡേറ്റ് ആയിട്ട് ചെയ്യുക, അത് പിന്നേക്ക് വെക്കരുത് എന്നുള്ളതാണ് ഇദ്ദേഹം ഓൺ പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്ന എസ്സേയിലൂടെ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മളുടെ മുന്നിലേക്ക് ഇട്ട് തരുന്നത്. ഓക്കെ.